പവിത്രമായ കൈലാസ പർവ്വതത്തിൽ ശിവനും പാർവതിയും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഒരിക്കൽ പാർവതീദേവി ഭർത്താവായ ശിവനോട് ചില സംശയങ്ങളും ആഗ്രഹങ്ങളും ഉണർത്തിച്ചു. അവളെ സന്തോഷിപ്പിക്കുവാൻ ശിവൻ ഒരു അതിമനോഹരമായതും ദിവ്യമായതുമായ കഥ പറയാൻ തീരുമാനിച്ചു. എന്നാൽ അതൊരു സാധാരണ കഥയായിരുന്നില്ല. അതിന് ഭക്തിയും നിയന്ത്രണവും വേണ്ടതായിരുന്നു. അതിനാൽ ശിവൻ തന്റെ വിശ്വസ്ത ദ്വാരപാലകനായ നന്ദികേശനോട് പറഞ്ഞു, ഇനി ഇവിടെ ആരെയും അനുമതിയില്ലാതെ കടത്തരുത്. ശിവഭഗവാന്റെ ആജ്ഞപ്രകാരം നന്ദികേശൻ ഗോപുരത്തിനു മുൻപിൽ കാവൽക്കാരനായി നിലകൊണ്ടു. അതിനുശേഷം ശിവൻ പാർവതിയെ അഭിസംബോധന ചെയ്തു. ദേവി, സ്വർഗവാസികൾ സന്തോഷത്തിലും ഭൂമിയിലെ മനുഷ്യർ കഷ്ടത്തിലും ആഴപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇവരുടെ കഥകൾ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടു കൂട്ടരുടെയും ഇടയിൽ നിൽക്കുന്ന വിദ്യാധരന്മാരുടെ കഥയാണ്. അവരുടെ ചരിത്രം അവസാനിക്കാത്ത വൈവിധ്യത്തോടെ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ശിവൻ അതിമനോഹരമായ വിദ്യാധര കഥകൾ പറഞ്ഞു തുടങ്ങി. അതേസമയം ശിവഭഗവാന്റെ വിശ്വസ്തനായ പുഷ്പദന്തൻ ശിവസേവനത്തിന് വരുമ്പോൾ ഗോപുരത്തിന് മുൻപിൽ നന്ദികേശൻ തടസ്സമായി നിന്നുകൊണ്ട് ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. പുഷ്പദന്തൻ അതിനുള്ള കാരണം അറിയാൻ തീവ്ര ഉത്സുകനായി. ശിവൻ എന്താണ് അകത്ത് പറയുന്നത്? അത്ര രഹസ്യമാണോ? അവൻ തൻ്റെ യോഗശക്തി ഉപയോഗിച്ച് അദൃശ്യനായി ശിവഭഗവാൻ പാർവതിയോട് പറയുന്ന കഥകൾ മുഴുവൻ രഹസ്യമായി അകത്ത് കയറി കേൾക്കുകയും ആ വലിയ അപൂർവ കഥകളെ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ആദൃശ്യ രൂപത്തിൽ പുറത്തു വന്ന് തൻ്റെ ഭാര്യയായ ജയയെ ആ കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ജയ പാർവതിയോടൊപ്പം കഴിയുന്നവളായതിനാൽ ഈ കഥ അടുത്ത ദിവസം തന്നെ പാർവതിയോടും പറഞ്ഞു കേൾപ്പിച്ചു. പാർവതി അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത് ഭഗവാൻ എനിക്കു മാത്രമാണ് പറഞ്ഞത് എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ജയയും അതറിഞ്ഞിരിക്കുന്നു. പരിഭവത്തോടെ പാർവതി ഉടൻ ശിവനോട് ചോദിച്ചു, അങ്ങ് പറഞ്ഞ കഥകൾ എനിക്കല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാൽ ജയയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ശിവൻ ശാന്തതയിൽ മുഴുകി കുറേ നിമിഷം ധ്യാനനിഷ്ഠനായിരുന്ന ദിവ്യദൃഷ്ടിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, ദേവി, ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഭൂതസേവകൻ പുഷ്പദന്തൻ അദൃശ്യനായി അകത്ത് കയറി എല്ലാം കേട്ടിരിക്കുന്നു. അവൻ ജയയോട് പറഞ്ഞിട്ടാണ് അവളത് അറിയുന്നത്. മറ്റാരും ഇതറിഞ്ഞിട്ടില്ല. ഇത് സത്യമാണോ? പാർവതി കേട്ടപ്പോൾ അത്യന്തം ക്രുദ്ധയായി. പുഷ്പദന്തനും കൂടെ ആ രഹസ്യത്തിൽ പങ്കാളിയായ മാല്യവാനും ആസന്നമായി വിളിപ്പിച്ചു ചോദ്യം ചെയ്തു. സത്യമറിഞ്ഞ പാർവതി അവരെ ശപിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇനി മനുഷ്യരായി ഭൂമിയിൽ ജനിക്കണം. ആ ശാപം കേട്ട പുഷ്പദന്തനും മാല്യവാനും പരിഭ്രമത്തോടെ ദേവിയുടെ കാൽക്കൽ വീണ് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. തന്റെ കരുണാസ്വഭാവത്താൽ ദേവി ആലോചിച്ചു. അനന്തരമായി പറഞ്ഞു, കുബേരന്റെ ശാപത്താൽ പിശാചു വർഗത്തിൽ ജനിച്ച ഒരു യക്ഷനുണ്ട്. അവനെ കാനഭൂതി എന്ന് വിളിക്കുന്നു. അവൻ വിന്ധ്യവനത്തിൽ താമസിക്കുന്നു. ഒരു ദിവസം പുഷ്പദന്തൻ മനുഷ്യരൂപത്തിൽ അവനെ കാണും. ആ സമയം പുഷ്പദന്തൻ പഴയകാല ഓർമ്മകൾ ഉണ്ടായി തന്നെ തിരിച്ചറിയും. അപ്പോൾ ഈ കഥയെ കാണഭൂതിയോട് പറഞ്ഞു കൊടുക്കണം. അതോടെ പുഷ്പദന്തന് ശാപമോക്ഷമുണ്ടാകും. പിന്നീട് ബാല്യവാന് ആ കാണഭൂതിയിൽ നിന്ന് കഥകൾ കേൾക്കുവാനിടവരും. അപ്പോൾ അവനും ശാപമുക്തനാകും. ബാല്യവാൻ കഥ കേൾക്കുന്നതോടെ കാണഭൂതിയുടെ കുബേരശാപവും അവസാനിക്കും. ഒടുവിൽ മൂവരും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തും. ഇവയെല്ലാം പറഞ്ഞ് ദേവി ശാന്തയായി. ആയ ദിവ്യഘട്ടത്തിൽ തന്നെ പുഷ്പദന്തനും മാല്യവാനും നഷ്ടമൂർത്തികളായി മനുഷ്യരായി ഭൂമിയിൽ പിറന്നു. കാലം കഴിഞ്ഞു. ഒരു ദിവസം ദേവി ശിവനോട് വീണ്ടും ചോദിച്ചു, പ്രിയനെ, ഞാൻ ശപിച്ച ആ ഭൂതഗണങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഭൂമിയിൽ എവിടെയാണ്? എവിടെയാണ് അവർ ജീവിക്കുന്നത്? ശിവൻ മറുപടി നൽകി, ഭൂമിയിലെ കൗശാംബി എന്ന നഗരത്തിൽ പുഷ്പദന്തൻ വരരുചി എന്ന പേരിൽ ജനിച്ചു ജീവിക്കുന്നു. മാല്യവാൻ ഗുണാഗ്യൻ എന്ന പേരിൽ സുപ്രതിഷ്ഠിതം എന്ന സ്ഥലത്ത് ജീവിക്കുന്നു. ശിവന്റെ വാക്കുകൾ കേട്ട് ദേവി ആശ്വസിച്ചു. ശിവൻ തന്റെ ഒരിക്കൽ വിശ്വസ്തരായ സേവകരുടെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ച് ചിന്തിച്ചു. ദയയും സന്താപവും നിറച്ച് ദേവിയെ ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് കൈലാസത്തിലെ പർവ്വതോദ്യാനത്തിൽ ശാന്തമായ വള്ളിനികുഞ്ചത്തിൽ താമസിച്ചു.